ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ പേജ് നമ്പർ 125 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചോദ്യം ഞാൻ വായിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷ് മീഡിയം ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. സൂര്യൻ്റെ 40% മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ ഒരു മരത്തിൻ്റെ നിഴലിൻ്റെ നീളം 18 മീറ്ററാണ്. അതിൽ 2 ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. മരത്തിൻ്റെ നീളം എത്ര? സൂര്യൻ 80 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ നിഴലിൻ്റെ നീളം എത്ര? അതായത് ഇത് ഒരു മരം. ആ മരത്തിൻ്റെ സൂര്യൻ 40 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുന്ന മരത്തിൻ്റെ നിഴലിൻ്റെ നീളം 18 മീറ്ററാണ്. ഇതാണ് ഒരു മരം. ഒരു മരത്തിൻ്റെ നിഴൽ ഫോം ചെയ്യണമെങ്കിൽ ഇവിടെയാണ് സൂര്യനെങ്കിൽ നിഴൽ ഇവിടെ ഉണ്ടാവും. ഇനി ഈ ഭാഗത്താണ് സൂര്യനെങ്കിൽ ഈ ഭാഗത്താണ് നിഴൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇവിടെ സൂര്യനാക്കി എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ ട്രീയുടെ ഈ വശത്തായിരിക്കും എന്തുണ്ടാവുക? നിഴൽ ഫോം ചെയ്യുക. ആ നിഴൽ എങ്ങനെയാണ്? നിഴൽ ഫോം ചെയ്യുന്ന സമയത്ത് എന്തിൻ്റെ ഈ ട്രീയുടെ അല്ലെങ്കിൽ മരത്തിൻ്റെ നിഴൽ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്? 18 മീറ്ററാണ്. അതായത് ഇതാണ് മരമെങ്കിൽ, ഇതാണ് ട്രീ എങ്കിൽ അതിൻ്റെ നിഴൽ എത്ര മീറ്ററാണ്? 18 മീറ്ററാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന മേൽക്കോൺ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് വരുന്ന കോണ് എത്രയാണ്? 40 ഡിഗ്രിയാണ്. എങ്കിൽ മരത്തിൻ്റെ ഈ ട്രീയുടെ നീളം എത്ര എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ് ABC. നമുക്ക് എന്താണ്? നമ്മൾ ടാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ടാൻ എന്താണ് പഠിച്ചിരിക്കുന്നത്? ടാൻ ഈക്വൽ ടു ഓപ്പോസിറ്റ്, എതിർവശം, ബൈ സമീപവശം. അപ്പോൾ ടാൻ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? CB അല്ലെങ്കിൽ BC. CB ബൈ AB, സമീപവശം AB. നമുക്ക് എത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ടാൻ 40. ഇനി ടാൻ 40യുടെ വാല്യൂ 0.8391 ഈക്വൽ ടു CB നമുക്കറിയില്ല, അതുപോലെ എഴുതി, ബൈ AB. എത്രയാണ്? 18. ഇനി ബൈ 18 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 0.8391 ഇൻറ്റു 80 ഈക്വൽ ടു CB. രണ്ടും നമ്മൾ ഗുണിച്ച് നമുക്ക് ഉത്തരം കിട്ടുക 18.1038 ഈക്വൽ ടു CB. ഇനി ഒരു സ്ഥാനം വരെ എടുക്കണുള്ള പോയിന്റ് കഴിഞ്ഞിട്ട് 15.1 ഒരു മീറ്ററാണ് എന്ത്? CB അല്ലെങ്കിൽ മരത്തിൻ്റെ നീളം. അപ്പോൾ നമുക്ക് എഴുതാം. ഒന്നാം ചോദ്യത്തിൻ്റെ ഉത്തരമായി അല്ലേ? ഹൈറ്റ് ഓഫ് ദ ട്രീ. ഹൈറ്റ് ഓഫ് ദ ട്രീ, മരത്തിൻ്റെ നീളം എത്രയാണ് കിട്ടിയത്? 15.1 മീറ്റർ. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ് പറയണത്? സൂര്യൻ 80 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ നിഴലിൻ്റെ നീളം എത്ര? നമുക്ക് ഈ നിഴൽ ഇങ്ങനെയാണ് പോണതെങ്കിൽ ഈ ഭാഗത്തേക്ക് ആകുമ്പോൾ എന്ത് ചെയ്തും? കുറഞ്ഞു വരും. ഇങ്ങോട്ടാണെങ്കിലാണ് കൂടി വരിക അല്ലേ? അപ്പോൾ നിഴലിൻ്റെ നീളം ഞാനൊരു 80 ഡിഗ്രി തൽക്കാലം ഇവിടെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഇതാ ഇവിടെ നിന്ന് ഇതാണ് 80 ഡിഗ്രി എന്ന് വിചാരിക്കുക. ഇത് 80 ഡിഗ്രി ആണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതായിരിക്കും നിഴൽ അല്ലേ? ഈ നിഴലിൻ്റെ നീളം എത്ര? ഞങ്ങളുടെ പേര് കൊടുക്കുകയാണ് ABCD എന്ന് പേര് കൊടുത്താൽ ഈ DB എന്ന നിഴലിൻ്റെ നീളം എത്ര? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് DB ആണ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ DB ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാനിവിടെ എഴുതാം. രണ്ടാമത്തെ ചോദ്യം DB ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ടാൻ എടുത്തു കഴിഞ്ഞാൽ ടാൻ ഇവിടെ എത്രയാണ് വരുന്നത്? 80. ടാൻ 80 ഡിഗ്രി സമം ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? CB. അത് നമുക്കറിയാം, ട്രീയുടെ നീളം, ബൈ DB. ഇനി ടാൻ 80ൻ്റെ വാല്യൂ വരുന്നത് ടാൻ 80 5.6713 ഈക്വൽ ടു CB നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 15.1 ബൈ DB. ഇനി നമുക്ക് ഇവിടെ ഈ DBനെ എന്ത് ചെയ്യാം? ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 5.6713 ഇൻറ്റു DB
ഈക്വൽ ടു 50.1. ഇനി ഇവിടെ ഇൻറ്റു ഈക്വൽ ടു ഇപ്പുറത്തേക്കും എന്തായി ഡിവിഷൻ. അപ്പോൾ ഡി ബി ഈക്വൽ ടു 15.1 ബൈ 5.6713. ഇവിടെ നോക്കി നോക്കൂ, ഈ 1 3 വളരെ ചെറിയ നമ്പറാണ് അല്ലേ. അപ്പോൾ ഞാൻ അത് തൽക്കാലം എടുക്കാതെ ഡി ബി ഈക്വൽ ടു 15.1 ബൈ 5.67 വരെയാണ് എടുക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, ഈ പോയിന്റ് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ്. അപ്പം മുകളിലും താഴെയും 100 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു, 100 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പോയിന്റ് പോവും. അപ്പോൾ മുകളിൽ എന്ത് ചെയ്യണം, മുകളിൽ ഗുണിച്ചെഴുതുക, താഴെ ആ ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എഴുതാം 15.1 ബൈ എത്രയാണ് വരിക, 567 എന്ന് വരും. അപ്പോൾ നമ്മൾ 1510 567 ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2.66 എന്ന് കിട്ടും. അതായിരിക്കും ഈ ഡി ബിയുടെ നീളം എന്ന് പറഞ്ഞാൽ. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം വായിക്കാം. ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരാൾ 30 മീറ്റർ അകലെയുള്ള ഒരു കടയുടെ ചുവട് 25 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു. കെട്ടിടത്തിൻ്റെ ഉയരം കണക്കാക്കുക. ഇതാണ് ഒരു കെട്ടിടം. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. മുകളിൽ നിന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, കടയുടെ ഒരാൾ 30 മീറ്റർ അകലെയുള്ള ഒരു കടയുടെ ചുവട് 25 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു. അപ്പോൾ അയാൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 25 ഡിഗ്രിയിലാണ് കീഴ്ക്കോണിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഈ ബിൽഡിങ്ങിൽ നിന്ന് കടയിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ 30 മീറ്റർ ആണ്. കീഴ്ക്കോണ് നമ്മൾ ഇവിടെയാണോ മാർക്ക് ചെയ്യുക? അല്ല, എവിടെയാണ്? ഇവിടെ. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക? ഇതായത് ഇവിടെ കീഴ്ക്കോണിൽ നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു നേരെ ഉള്ള ഒരു നോട്ടം അല്ലെങ്കിൽ നേരെയുള്ള അകലത്തിൻ്റെ ഇവിടെ അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കീഴ്ക്കോണ് മാർക്ക് ചെയ്യേണ്ടത്. അത് എത്രയാണ്? 25 ഡിഗ്രി ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 25 ഡിഗ്രി. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ നീളം എത്ര. അപ്പം ഞാൻ എന്താണ് ഒരു പേര് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി എന്ന് കൊടുത്ത് അപ്പം നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടുത്തെ കോണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കുക. ഇപ്പം ഞാനിതാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ 2 കോണുകളിലും പ്രത്യേകത എന്താണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അവ രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ 25 ഇതാണെങ്കിൽ ഇത് എത്രയാണ്? 25. അപ്പം ഞാനിത് എത്ര ഇട്ടെടുക്കുകയാണ്? 25 ഡിഗ്രി ആയിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഈ ആംഗിൾ അറിയാമെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ 2 ആംഗിളുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇത് 25 ആണെങ്കിൽ ഇതും 25. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. കെട്ടിടത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ tan 25 ഈക്വൽ ടു AB ബൈ BC. ഇനി tan 25 എന്ന് പറഞ്ഞാൽ 0.4663 ഈക്വൽ ടു AB ബൈ BC എത്രയാണ്? 30. ഇനി ബൈ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു. അപ്പോൾ 0.4663 ഇൻറ്റു 30 ഈക്വൽ ടു AB. എന്നിട്ട് നമ്മൾ ഗുണിച്ച് നമുക്ക് എത്ര കിട്ടുക? 13.989 സമം AB. ഇനി അവസാന നമ്പർ 5 5 കൂടുതലാണെങ്കിൽ നമുക്ക് ഒന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 13.99 മീറ്റർ ആയിരിക്കും ഈ ABയുടെ നീളം എന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഞാൻ എന്ത് ചെയ്യാം, മലയാളം മീഡിയം ഒന്ന് വായിക്കാം. ഒരു വൈദ്യുത തൂണിൻ്റെ മുകളറ്റത്തു നിന്ന് 2 കമ്പികൾ ഇരുദിശകളിലേക്ക്
തറയിൽ വെച്ച് വലിച്ച് കെട്ടിയിരിക്കുന്നു. കമ്പികളുടെ ചുവടുകൾ തറയുമായി ഉണ്ടാക്കുന്ന കോണുകൾ 50 ഡിഗ്രിയും 40 ഡിഗ്രിയുമാണ്. കൂടാതെ കമ്പികളുടെ ചുവടുകൾ തമ്മിലുള്ള അകലം 25 മീറ്ററുമാണ്. തൂണിൻ്റെ ഉയരം എത്ര? ഇംഗ്ലീഷ് മീഡിയം കൂടി ഞാൻ വായിക്കാം. From the top of an electric post, 2 wires are stretched to either side and fixed to the ground. അതായത് ഇതൊരു ഇലക്ട്രിക് പോസ്റ്റാണ്. ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളറ്റത്ത് നിന്ന് 2 വശങ്ങളിലേക്ക് ഒരു ഇരുമ്പ് കമ്പികൾ എന്ത് ചെയ്തിട്ടുണ്ട്? വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇനി ആ വലിച്ചു കെട്ടിയിരിക്കുന്നത് തറയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വലിച്ച് കെട്ടി ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. കമ്പികളുടെ ചുവടുകൾ തമ്മിലുള്ള ചുവടുകൾ തറയുമായി ഉണ്ടാക്കുന്ന കോണുകൾ 55 ഡിഗ്രിയും 40 ഡിഗ്രിയുമാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ 2 കോണുകൾ 55 ഡിഗ്രിയും അതുപോലെ തന്നെ ഈ കോണ് ഞാനിവിടെ 40 ഡിഗ്രിയുമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ താഴ്ഭാഗം, അതായത് ചുവടുകൾ തമ്മിലുള്ള ഈ മൊത്തം അകലം 25 മീറ്റർ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ പോസ്റ്റിൻ്റെ ഉയരം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ ഇതിൽ പേര് കൊടുത്ത് ABC, ഇത് 3ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ 2 സൈഡിലും ഓരോരോ കോണുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹൈറ്റാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത്. 2 സൈഡിലും ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വീതം 2 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഈ 2 കോണുകൾ ഉപയോഗിച്ചിട്ട് ഹൈറ്റ് കണ്ടെത്തും. ഇതൊരു കോമൺ ആണ്, ഈ 2 ഭാഗത്തിൻ്റെയും കോമൺ ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈ ആംഗിളും ഉപയോഗിച്ച് ഹൈറ്റ് കണ്ടെത്തിയിട്ട് ഇവ രണ്ടും ഈക്വലാണ്. കിട്ടുന്ന 2 ഹൈറ്റുകളും ഈക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്? ഹൈറ്റ്, ഈ പോസ്റ്റിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാണ്? tan 55 നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഹൈറ്റ് എത്രയാണ് വരുന്നത് എന്ന് എന്ത് ചെയ്ത് നോക്കാം? കണ്ടെത്തി നോക്കാം. അപ്പോൾ ആദ്യം tan 55 ഡിഗ്രി ഈക്വൽ ടു tan 55 ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? AD. അപ്പോൾ നമ്മൾ ഇത് മൊത്തം എത്രയാണ്? 25. അപ്പം ഞാൻ ഇത് എക്സ് എന്നെടുത്താൽ ഈ ഭാഗം എന്തായിട്ട് വരും? 25 - x ആയിട്ട് വരും. അപ്പം ഞാൻ tan 55 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? AD ബൈ സമീപവശം എന്താണ്? BD ഈക്വൽ ടു AD നമുക്കറിയില്ല. AD എന്താണ്? h/BD 25 - x. അപ്പോൾ tan 55ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ എന്ത് ചെയ്യണ്ട? കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് തന്നെ എഴുതാം tan 55 ഡിഗ്രി എത്രയും നമുക്ക് വാല്യൂ ഇപ്പോൾ കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ എഴുതുക h ഈക്വൽ ടു, നമുക്ക് h ആണ് വേണ്ടത്, y ഈക്വൽ ടു ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? ഇൻറ്റു tan 55 ഇൻറ്റു 25 - x ഈക്വൽ ടു h. അത് ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്ത് കണ്ടുപിടിക്കാം? tan 40 ഡിഗ്രി ഈക്വൽ ടു tan 40 ഡിഗ്രി എടുക്കുമ്പോൾ ഇതാണ് 40 ഡിഗ്രി, ഓപ്പോസിറ്റ് സൈഡ് AD ബൈ DC. ഇനി h ആണ് നമുക്ക് വേണ്ടത്. AD എന്താണ്? h/DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? x. അപ്പോൾ h അല്ലേ വേണ്ടത്? ബൈ ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? ഇൻറ്റു tan 40 ഇൻറ്റു x ഈക്വൽ ടു h. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇവിടെ എടുത്തി. എന്ത് ചെയ്യാണ്? ഇത് രണ്ടും കൂടി നമ്മൾ h ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയെടുക്കുന്നത്. അപ്പോൾ രണ്ടും ഞാൻ എന്ത് ചെയ്യാണ്? ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ tan 55, അതായത് ഈ എച്ചുകൾ തമ്മിൽ ഈക്വൽ കൊടുത്തിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ tan 55 ഇൻറ്റു 25 - x ഈക്വൽ ടു x tan 40. ഇനി എന്ത് ചെയ്യുക? ഈ tan 55ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.4281 ഇൻറ്റു 25 - x ഈക്വൽ ടു x ഇൻറ്റു tan 40യുടെ വാല്യൂ
0.8391. ഇതിനെന്ത് ചെയ്യാണ്, ഉള്ളിലേക്ക് ഗുണിക്കുക. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞ് നമുക്ക് ഏതൊക്കെ തമ്മിൽ ഗുണിക്കേണ്ടത്, 25 × 1.4281. ഇനി 1.4281 ഇൻറ്റു എക്സ്, അപ്പോൾ മൈനസ് 1.4281 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0.818391 എക്സ് എന്ന് കിട്ടി. ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക. അത് രണ്ടും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 35.7025 ഈക്വൽ ടു മൈനസ് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി, ഇൻറ്റു. അപ്പോൾ നമുക്ക് 0.8391 എക്സ്. മൈനസ് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ്, 1.4281 എക്സ് എന്ന് കിട്ടി. ഇനി 35.7025 ഈക്വൽ ടു ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2.2672 ഇൻറ്റു എക്സ് എന്ന് കിട്ടി. ഇനി ഇവിടെ എന്താണ്, ഒരു ഇൻറ്റു ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി, ബൈ ആയി. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 35.7025 ബൈ 2.2672 ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു. എന്ത് ചെയ്യാണ്, ഇതിനെ ഞാൻ എത്ര സ്ഥാനം വരെ, 2 സ്ഥാനം വരെയാണ് എന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈക്വൽ ടു 35.70 ബൈ 2.27 എന്നെടുത്ത് എന്ത് ചെയ്യാണ്, ഈ പോയിന്റ് കളയാൻ മുകളിലും താഴെയും 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 100 മൾട്ടിപ്ലൈ ചെയ്യാം. 35.70 ഇൻറ്റു 100 ബൈ 2.27 ഇൻറ്റു 100 എന്ന് വരും. ഇനി നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് പോയി, ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെ ഗുണിച്ച് കഴിഞ്ഞാൽ 3570 ബൈ 227 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി ഇവ രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, ഹരിക്കുക. നമുക്ക് ഇത് രണ്ടും തമ്മിൽ ഹരിച്ച് കഴിഞ്ഞ് ഉത്തരം കിട്ടുക 15.72 എന്ത് കിട്ടി, എക്സ് കിട്ടും. ഇനി എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് tan 40 ഇൻറ്റു എക്സ് ഈക്വൽ ടു എച്ച് ആണ് എന്ന്. അപ്പം നമുക്ക് ഇവിടെ കൊടുക്കുകയാണ് എങ്കിൽ എച്ച് ഈക്വൽ ടു എക്സ് tan 40. എക്സ് എത്രയെന്ന് അറിയാം, 15.72. 15.72 ഇൻറ്റു tan 40യുടെ വാല്യൂ 0.8391. അതുകൊണ്ട് നമ്മൾ ഗുണിച്ച് നമുക്ക് ഏകദേശം 13.19 മീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഇതാണ് AD അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ. ഇത് ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഒന്ന് വായിക്കാം. A 1.75 tall man standing at the foot of the tower. അതായത് ഒരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ ഫുട്ട് താഴ്ഭാഗത്തിൽ 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ സ്റ്റാൻഡിങ് അറ്റ് ദ ഫുട്ട് ഓഫ് ദി ടവർ സീസ് ദ ടോപ്പ് ഓഫ് ദി ഹിൽ. അയാൾ ഇവിടെ നിന്നിട്ട് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുകയാണ്. ടോപ്പ് ഓഫ് ടവർ ഹിൽ 40 മീറ്റർ എവേ ഫ്രം ദ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. ഇവിടെ നോക്കുന്ന എത്ര ഡിഗ്രിയാണ്, 60 ഡിഗ്രിയിലാണ് ആ കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുന്നത്. ടോപ്പ് ഓഫ് ദി ടവർ he sees the elevation of the 50 degree. Calculate the height of the tower and hill. അയാൾ എന്ത് ചെയ്ത്, അയാൾ ഇവിടെ നിൽക്കുന്നതിന് പകരം ഇതാണ് ടവർ, A മുതൽ B വരെയുള്ള ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് അയാൾ വീണ്ടും കുന്നിൻ്റെ മുകളിലേക്ക് നോക്കി. അങ്ങനെയാണ് എങ്കിൽ ടവറിൻ്റെ നോക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്, 50 ഡിഗ്രിയിലാണ്. ടവറിൻ്റെ നീളം എത്ര, ഹില്ലിൻ്റെ നീളം എത്ര. മലയാളം മീഡിയം വായിക്കാം. ഒരു ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ 40 മീറ്റർ അകലെയുള്ള ഒരു കുന്നിൻ്റെ ഈ ടവർ മുതൽ കുന്ന് വരെയുള്ള അകലം എത്രയാണ്, 40 മീറ്ററാണ്.
മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. ഗോപുരത്തിന്റെ മുകളിൽ നിന്നും നോക്കിയപ്പോൾ ഗോപുരത്തിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്ത് മേലേക്ക് കയറിയും നോക്കിയത് എത്ര ഡിഗ്രിയിലാണ്? 50 ഡിഗ്രിയിലാണ് കുന്നിന്റെ മുകൾ ഭാഗം കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഗോപുരത്തിന്റെയും അതായത് ഈ ടവറിന്റെയും കുന്നിന്റെയും ഹൈറ്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ tan 60 നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം കുന്നിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതാണ് ഈ സി മുതൽ ഡി വരെയാണ് എന്തെന്ന് പറഞ്ഞ സി മുതൽ ഡി വരെയാണ് ഹില്ല് അല്ലെങ്കിൽ കുന്ന്. അതുപോലെ എ മുതൽ ബി വരെയാണ് ടവർ അഥവാ ഗോപുരം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് സി ഡിയും അതുപോലെ തന്നെ എ ബിയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം കണ്ടുപിടിക്കാൻ പറ്റും. സി മുതൽ എഫ് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? tan 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് സി എഫ് ബൈ സമീപവശം 40. അപ്പോൾ tan 60 ഡിഗ്രി ഈക്വൽ ടു സി എഫ് ബൈ 40. tan 60 സി എഫ് ഇതിങ്ങോട്ട് പോകുമ്പോൾ എന്തായി? ഇൻറ്റു tan 60യുടെ വാല്യൂ √3 ഇൻറ്റു 40 സമം സി എഫ്. ഇനി √3 എന്ന് പറഞ്ഞ എത്ര? √3 1.732 ഇൻറ്റു 40 ഈക്വൽ ടു സി എഫ്. അപ്പോൾ രണ്ടും ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 69.28 എന്ന് കിട്ടും സി എഫ്. സി മുതൽ എഫ്. ഇനി ഹില്ലിന്റെ എങ്ങനെ കണ്ടുപിടിക്കുക? ഹില്ല് എന്ന് പറയുന്നത് മൊത്തമാണ്. ഇവിടെ എത്രയാണോ? 1.75 ആണ് ഇയാളുടെ ഹൈറ്റ്. അത്രയും തന്നെ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് സി ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സി ഡി അഥവാ ഹില്ല് കുന്നിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇത് ഇത്രയും സി എഫ് എത്രയെന്ന് അറിയാം? 69.28. അത് കൂടെ 1.75 കൂട്ടിക്കഴിഞ്ഞാൽ കുന്നിന്റെ ഹൈറ്റ് കിട്ടി. അപ്പൊ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 71.03 മീറ്റർ എന്ന് ഹില്ലിന്റെ ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് എ മുതൽ ബി വരെയാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് എന്തിന്റെ ഹൈറ്റ്? ടവറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഹില്ല് കിട്ടി. അപ്പൊ ടവർ കണ്ടുപിടിക്കാൻ എന്താണ്? എ മുതൽ ബി വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഇത്രയും. ഇനി എ മുതൽ ബി വരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനിയുള്ള ആംഗിൾ ഇത് എത്ര അറിയാം? 50. അപ്പോൾ tan 60 കണ്ട്. ഇനി tan 50 ഡിഗ്രി ഈക്വൽ ടു ഈ ഇത്രയും ഭാഗം സിഇനെ സിഇ ബൈ എത്രയാണ്? 40 ഡിഗ്രി. ഈ താഴ്ഭാഗം എത്രയാണ്? അതായത് ഈ ഭാഗം എത്രയാണ്? 40. സിഇക്ക് ഞാൻ x/40 എന്ന് കൊടുത്തു. ഇനി tan 50ന്റെ വാല്യൂ എക്സ് എൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? ഇൻറ്റു. അപ്പോൾ എക്സ് ഇൻറ്റു tan 50 ഈക്വൽ ടു എക്സ് ഇൻറ്റു tan എക്സ് അല്ല 40 ഇൻറ്റു tan 50 ഈക്വൽ ടു എക്സ്. ഇനി 40 ഇൻറ്റു tan 50ന്റെ വാല്യൂ എത്രയാണ്? 1.1918 ഈക്വൽ ടു എക്സ്. രണ്ടും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 47.67 എന്ന് എക്സ് കിട്ടി. അതായത് ഇതിലെ ഈ ഭാഗം സിഇ എന്ന ഭാഗം കിട്ടി. അപ്പം നമുക്ക് ഈ ഭാഗം അറിയാം. ഈ സി മുതൽ ഈ ഭാഗം അറിയാം. നമുക്ക് കിട്ടിയ എത്രയാണ്? 47.67. അപ്പോൾ ഈ ഭാഗം അറിയാം, ഈ ഭാഗം അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 71.07. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ മൊത്തം ഹൈറ്റ് അതായത് കുന്നിൻ്റെ ഹൈറ്റ് ആയിട്ടുള്ള 71.03 നിന്ന് ഈ സി ജി 47.67 ഈ ലെങ്ത്തും തമ്മിൽ കൂട്ടുക. അതായത് സി മുതൽ ജി വരെ കൂട്ടുക. അതിൽ നിന്ന് ഈ മൊത്തം കുന്നിൻ്റെ ഹൈറ്റിൽ നിന്ന് ഇത്രയും ഭാഗം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ ടവറിൻ്റെ ഹൈറ്റ് കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ എഴുതാൻ വേണ്ടി പോവുകയാണ്. ടവർ ഗോപുരം എ ബി ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എ ബി
ഈക്വൽ ടു, അപ്പോൾ 71.03 കുന്നിൻ്റെ ഹൈറ്റിൽ നിന്ന് 47.67 പ്ലസ് 1.75 കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. നമുക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഉത്തരം ഏകദേശം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ 71.03 സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഉത്തരം 21.61 മീറ്റർ എന്തിൻ്റെ, ടവറിൻ്റെ ഹൈറ്റ് കിട്ടും. ഇതാണ് 4ാമത്തെ ചോദ്യം. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ചിത്രം കണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അത് ടെൻഷൻ അടിക്കേണ്ട, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഏതൊക്കെയാണ് ഈ tan 60 നമുക്ക് ആദ്യം കിട്ടി 69.28, പിന്നെ കുന്നിൻ്റെ ഹൈറ്റ് കിട്ടി 71.03, പിന്നെ tan 50 കണ്ടെത്തി, ശേഷം ഈ ടവറിൻ്റെ ഹൈറ്റും കണ്ടെത്തി. ഇതാണ് 4ാമത്തെ ചോദ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് ഇതൊരു തോടിനെ കണ്ട വെള്ളം പോലെ വരച്ചിട്ടുണ്ട്. ആ തോടിൻ്റെ അരികിൽ ഒരു കുട്ടി നിന്നിട്ട് ഈ തോടിൻ്റെ അക്കരയിലുള്ള ഒരു മരത്തിൻ്റെതാണ് ട്രീ. ഈ മരത്തിൻ്റെ മുകളിലേക്ക് ഈ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്, 80 ഡിഗ്രി മേൽക്കോണിലാണ് ആ കുട്ടി നോക്കുന്നത്. ആ കുട്ടി എന്ത് ചെയ്തു, 15 മീറ്റർ ബാക്കിലേക്ക് നടന്ന് അവിടെ നിന്ന് ഈ കുട്ടി മുകളിലേക്ക്, ആ ട്രീയുടെ മുകളിലേക്ക് നോക്കുകയാണ് എങ്കിൽ ആ മരത്തിൻ്റെയും തോടിൻ്റെയും വീതി എത്ര, തോടിൻ്റെ വീതിയും മരത്തിൻ്റെ നീളവുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാനുള്ളത്. അതായത് A മുതൽ B വരെയാണ് എന്ത്, ട്രീ എന്ന് പറഞ്ഞാൽ. അപ്പോൾ AB ആണ് ട്രീ, മരം. അതുപോലെ തന്നെ കനാല്, തോട് എന്ന് പറഞ്ഞാൽ ഇതാണ് തോട്. ഇവിടെ FB ആണ് കനാല് അല്ലെങ്കിൽ തോട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തോടിന് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, X എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഹൈറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഞാൻ ACE, ഇതാണ് CE, ട്രയാങ്കിൾ ACE എടുത്തു കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെ എഴുതാം, tan 80 ഡിഗ്രി ഈക്വൽ ടു tan 80, ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, AE ബൈ CE. എത്രയാണ്, CE എന്താണ്, X അല്ലേ, CE X എന്ന് കിട്ടി. ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, AE ഈക്വൽ ടു X ഇൻറ്റു tan 80 ഡിഗ്രി എന്ന് കിട്ടി. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ എന്ത് ചെയ്യുക, അവിടെ tan 40 എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. tan 40 നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് നോക്കാം. ആ tan 40 ഇതുപോലെ എടുത്തു കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ രൂപത്തിൽ കിട്ടണം. tan 40 ആണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ AE കിട്ടി, നമുക്ക് tan 40 കിട്ടണം. അപ്പോൾ tan 40 ഡിഗ്രി ഈക്വൽ ടു tan 40 ഡിഗ്രി AE ബൈ tan 40 ഡിഗ്രി AE ബൈ DC. അതായത് ഇത് മൊത്തം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും ഭാഗം നമ്മൾ എടുക്കണം. അപ്പോൾ X പ്ലസ് 15 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ tan 40 ഡിഗ്രി ഇൻറ്റു X പ്ലസ് 15 ഈക്വൽ ടു AE എന്ന് കിട്ടും. ഇനി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിലും അതിനെന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 2 എന്ന് നമ്പർ കൊടുക്കുക. നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി അല്ലേ. അപ്പോൾ 2 ഇക്വേഷൻസിൻ്റെയും ഒരു സൈഡ് AE ഈക്വൽ ആണ്. അപ്പോൾ 2 സൈഡും നമുക്ക് ഇങ്ങനെ എഴുതാം, ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇക്വേറ്റ് ചെയ്യുമ്പോൾ X tan 80 ഈക്വൽ ടു tan 40 ഇൻറ്റു X പ്ലസ് 15. ഇനി X tan 80 ഡിഗ്രി ഈക്വൽ ടു tan 40 ഇൻറ്റു X tan 40 പ്ലസ് 15 ഇൻറ്റു 15 tan 40 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മൾ. ഇനി എന്ത് ചെയ്യുക,
ഇവിടെ എക്സ് ടാൻ 40 15 ടാൻ 40. അപ്പോൾ ഇതിൽ രണ്ടിലും ഒരുപോലെ വരുന്നത് ഇവിടെ എക്സ് ടാൻ 40 ഉണ്ട്, ഇവിടെ എക്സ് ടാൻ 40 പ്ലസ് 15 ടാൻ 40 ആണ്. അപ്പോൾ ഇതിൽ എക്സുകളുള്ളത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരുപോലെ ആക്കുകയാണ്, ഒരേ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ എക്സ് ഇൻറ്റു ഇവിടെ ടാൻ 40 ഉണ്ട്, ഇവിടെ എക്സ് ടാൻ 40 ഉണ്ട്. അപ്പോൾ എക്സ് കോമൺ ആയി പുറത്തേക്ക് എടുത്തിട്ട് ടാൻ 80 മൈനസ് ടാൻ 40 ഈക്വൽ ടു 15 ടാൻ 40 എന്ന് കൊടുത്ത്. ഇനി രണ്ടിനും വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു 5.67 മൈനസ് 0.84 ഈക്വൽ ടു 15 ഇൻറ്റു 0.84 എന്ന് വാല്യൂ കൊടുത്ത്. ഇനി രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്യുന്ന സമയത്ത് എക്സ് ഇൻറ്റു മൈനസ് ചെയ്ത് നോക്കുക 4.83 ഈക്വൽ ടു 12.60. രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 12.60 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ എന്തായി ബൈ. അപ്പോൾ 12.60 ബൈ 4.83 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും മൈനസ് ചെയ്ത് നോക്കണം, അല്ല ഡിവൈഡ് ചെയ്ത് നോക്കണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടുക, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4.83 ഡിവൈഡ് ചെയ്യുമ്പോൾ 2.61 മീറ്റർ എന്ന് ഉത്തരം കിട്ടി. ഏത് കിട്ടി, എക്സ്, അതായത് ഈ കനാലിൻ്റെ എന്ത് കിട്ടി, വീതി കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സ് കിട്ടി. ഇനി എ ബി അഥവാ ട്രീയുടെ നീളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക, നമുക്കറിയാം എ ഇ ഈക്വൽ ടു എക്സ് ടാൻ 80 ആണ്. അപ്പോൾ എ ഇ ഈക്വൽ ടു എ ഇ അതാണ് എന്തെന്ന് പറഞ്ഞാൽ ട്രീയുടെ നീളം. എ ബി അല്ല, എ ബി തന്നെയാണ് എ ബി. അപ്പോൾ ആദ്യം എ ഇ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എ ഇ ഈക്വൽ ടു എക്സ് ടാൻ 80. എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2.61 ഇൻറ്റു 5.67. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14.8 മീറ്റർ എന്ന് കിട്ടി. ഇതിൻ്റെ നീളം എ ഇയുടെ നീളം എന്ന് പറഞ്ഞാൽ, ഇനി എ ബി ആണ് നമുക്ക് വേണ്ടത് മൊത്തമാവുമ്പോൾ. അപ്പോൾ എ ബി ആണ് ട്രീ. അപ്പോൾ 14.8 പ്ലസ് ഇ ബി എത്രയും നമുക്കറിയാം. ഇവിടെ എത്ര വരിക, 1.5. എങ്ങനെയാണ്, ഇവിടെ എത്രയാണോ അത് തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ 1.5 ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16.3 മീറ്റർ എന്ന് കിട്ടും. അതാണ് എന്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ, ട്രീയുടെ നീളം. ട്രീയുടെ നീളം എത്ര കിട്ടിയത്, നമുക്ക് 16.3 എന്ന് ഉത്തരം കിട്ടി. അതുപോലെ എന്തായിരിക്കും, തോടിൻ്റെ വീതി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ്, എക്സ്, തോടിൻ്റെ വീതി എന്തിൻ്റെ, കനാൽ അഥവാ തോടിൻ്റെ വീതി 2.61 എന്ന് കിട്ടും. ട്രീയുടെ നീളം, മരത്തിൻ്റെ നീളം 16.3 മീറ്റർ എന്നും കിട്ടി. ഇതോട് കൂടിയിട്ട് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നന്നായി പഠിച്ചിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.